Yes. Second. Yeah. So, hello everyone. Welcome to Hiles Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT-യിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് റീസെന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഡൊമൈൻ തന്നെ നമ്മളെ ഡെയിലി നമ്മുടെ ലൈഫിൽ ഇപ്പം നമുക്ക് വിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ടേംസുകൾ, അതിന്റെ ഫുൾ ഫോമുകൾ, അതിന്റെ കുറച്ച് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു അക്കാഡമിക് ലേണിംഗ് സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്സിന്റെയും ഫൗണ്ടേഷൻ വീഡിയോസ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിക്സിന്റെ ഒക്കെ MCQs, പ്രാക്ടീസിങ് MCQസും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ PYQs ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി ഫ്രീ 5 MCQs നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഫൗണ്ടേഷൻ വീഡിയോസ് നിങ്ങൾ കാണുക, അതിന്റെ MCQസും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ലേണിംഗ് സിസ്റ്റം വരുന്നത്. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള എന്താ പറയുക, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ വൈസ് PYQs നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോഴ്സ് നിങ്ങൾക്ക് പിന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഐ സ്റ്റാർട്ട് ദി സെഷൻ. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിന്റെ ടൈപ്സുകൾ, കാര്യങ്ങളൊക്കെ. സോ എന്താണ് നെറ്റ്വർക്ക്? സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് നെറ്റ്വർക്ക് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് two or more computers or devices are connected together through communication channels to share data, resources and information. അല്ലെ, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതെന്താണ്, ഒരു സിസ്റ്റം ആണ്, അല്ലെ, ഒരു കൈൻഡ് ഓഫ് സിസ്റ്റം ആണ്. എന്താ സംഭവിക്കുന്നത്, അത് രണ്ടോ രണ്ടിലധികമോ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ഡിവൈസസോ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇയർഫോൺ, സ്മാർട്ട് വാച്ചസ് സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓക്കെ, ഇതൊക്കെ എന്താണ്, ഈ നെറ്റ്വർക്കിൽ വരുന്ന കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ഡിവൈസസോ, അത് ഏത് ഡിവൈസ് ആയിക്കോട്ടെ, ഇയർഫോൺ ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, ഇനിയിപ്പോ വൈഫൈ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഇടയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. അല്ലെ, ഇപ്പം സ്മാർട്ട് വാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൾ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണാൻ പറ്റും. അല്ലെ, അതെന്താണ്, ഒരു ഇൻഫർമേഷൻ ആണ്, റൈറ്റ്. ഇപ്പം ഇൻഫർമേഷൻ ആയിക്കോട്ടെ, റിസോഴ്സുകൾ ആയിക്കോട്ടെ, ഡാറ്റാസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിവൈസുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയാ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇൻഡെപ്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ രീതിയിൽ ആ കാര്യങ്ങളൊന്ന് പറയാണല്ലോ, ആ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇതാണ് എന്ത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് വരുന്നത്. അതില് ഏരിയയുടെ ബേസ്ഡ്, ഓക്കെ, അതായത് ഏരിയ, അത് കവർ ചെയ്യുന്ന ഏരിയന്റെ ബേസിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തുണ്ട്, 4 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിൽ ചെറിയ ഏരിയ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പം പാന് പറഞ്ഞു, ലാന് പറഞ്ഞു, അങ്ങനെ പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, അതിന്റെ ഏരിയ കൂടി കൂടി വരും. ഓക്കെ, അത് കവർ ചെയ്യുന്ന ഏരിയ കൂടി കൂടി വരുന്നതായിരിക്കും. അപ്പൊ പാൻ ആണ് ഏറ്റവും ചെറിയ ഏരിയ കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ലാൻ വരുമ്പോൾ അതിനേക്കാൾ മുകളിൽ, പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി മുകളിൽ. ആ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓർഡറിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് പാൻ? പാൻ എന്ന് പറയുമ്പോൾ എന്താണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതിന്റെ ഫുൾ ഫോം നോട്ട് ഡൗൺ ചെയ്യാം. ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് ഡിവൈസസ് വിത്തിൻ എ വെരി സ്മോൾ റേഞ്ച്, ടിപ്പിക്കലി അറൌണ്ട് എ പേഴ്സൺ വിത്തിൻ 1 to 10 മീറ്റർ. അല്ലെ, അതായത് 1 മുതൽ 10 മീറ്റർ വരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ചാനൽ നമ്മൾ എന്ത് പറയാ, പാൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ്, ഇതൊക്കെ ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവൈസുകളാണ്. ഓക്കെ, ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു 10 മീറ്ററിന് അപ്പുറം പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഗ്ലിച്ച് വരും. ഓക്കെ, നിങ്ങൾ ഫോണ് ഒരു ഇയർഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോറി, ഒരു എയർപോർട്ടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന്റെ കണക്ഷൻ പതിയെ പതിയെ നമ്മൾ കേൾക്കുന്ന പാട്ട് അതിന്റെ ഒരു ഗ്ലിച്ച് വരാൻ തുടങ്ങും, റൈറ്റ്. ആ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, അതായത് 1 മീറ്റർ മുതൽ 10 മീറ്റർ വരെ
ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചെറിയ സ്മോൾ റേഞ്ചിൽ വരുന്ന നെറ്റ്വർക്ക് കണക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, പാൻ അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പാൻ എഴുതുക, അതിന്റെ ഫുൾ ഫോം എഴുതുക, അതിന്റെ ഒരു റേഞ്ച് കപ്പാസിറ്റി നിങ്ങൾ എഴുതുക, അതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഡിവൈസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ എഴുതണം. പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്, വെരി സ്മോൾ റേഞ്ച് ആണ്, ടിപ്പിക്കലി അറൌണ്ട് എ പേഴ്സൺ വിത്തിൻ 1 to 10 meters ആണ്. കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ് ഒക്കെയാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ. ഫൈൻ. ഇതാണ് എന്ത് പാൻ എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇതാണ് എന്ത് പാൻ എന്നത്. ഫൈൻ. പിന്നെ വരുന്നതാണ് എന്ത് ലാൻ, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതാണ് അതിന്റെ ഫുൾ ഫോം നോട്ട് ഡൗൺ ചെയ്യുക. ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് വിത്തിൻ എ ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് എ റൂം, ബിൽഡിംഗ്, സ്കൂൾ ഓർ ഓഫീസ്. റൈറ്റ്. അപ്പൊ ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പാൻ എന്തായിരുന്നു, ഒരു 1 to 10 meter ഒരു വ്യക്തിക്ക് മാത്രം യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ചാനൽ ആണെന്നുണ്ടെങ്കിൽ ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനേക്കാൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഒരു ഓഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിന്റെ എല്ലാ കോണുകളും ടച്ച് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ചാനൽ, അതാണ് ഈ പറയുന്ന ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓഫീസ് ആകാം, അല്ലെങ്കിൽ സ്കൂൾ ആകാം, അല്ലെങ്കിൽ അത് ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ റൂം ആവാം. ഓക്കെ. അപ്പൊ ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന, അതിനെ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ആണ് ഈ പറയുന്ന ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ലാനിൽ തന്നെ നമുക്ക് എന്തുണ്ട്, വയേർഡ് ലാൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നോൺ വയേർഡ് ആയിട്ടുള്ള വയർലെസ് ആയിട്ടുള്ള ലാനും ഉണ്ട്. ഓക്കെ. അപ്പം വയേർഡ് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയേർഡ് ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് വയർ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോക്കൽ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്. യാ യാ ഇപ്പൊ എതർനെറ്റ്. ഓക്കെ, എതർനെറ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. വയേർഡ് ആയിട്ടുള്ള ഒരു എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതേസമയത്ത് വൈഫൈ എന്താണ്, വൈഫൈ വയേർഡ് തമ്മിൽ കണക്റ്റഡ് ആണോ, അല്ല, അത് വയർലെസ്സോട് കൂടി ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ മൊത്തം നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് വൈഫൈ. ഓക്കെ, വയർലെസ് ആണ്. അതുകൊണ്ട് വയർലെസ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരെന്താണ്, WLAN. ഓക്കെ, ലാൻ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണേ. ലാൻ തന്നെ രണ്ട് തരത്തിലുണ്ട്, വയേർഡ് ആയിട്ടുള്ളതുണ്ട്, വയർലെസ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ വയർലെസ് ആയിട്ടുള്ളതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ലാൻ എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്താ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലാൻ എന്നൊരു ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. അപ്പൊ ഇതാണ് എന്ത് പാന് പറഞ്ഞു, അതുപോലെ ലാന് പറഞ്ഞു. പാൻ 1 to 10 meter ആണ്. ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ റൂം, ബിൽഡിംഗ്, സ്കൂൾ ഓർ ഓഫീസ് എക്സെട്ര. അതിൽ തന്നെ വയർലെസ് ആയിട്ടുള്ള ലോക്കൽ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈ പറയുന്ന വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ. ഓക്കെ, ഇതാണ് എന്ത് സെക്കൻഡ് വരുന്ന ലാൻ എന്നുള്ളത്. ഫൈൻ. നെക്സ്റ്റ് വരുന്നതാണ് ആര്, മാൻ എന്നുള്ളത്. ഓക്കെ, എന്താണ് മാന്റെ ഫുൾ ഫോം? Metropolitan Area Network is a network that connects multiple lands across a city or സിറ്റി ഓർ മെട്രോപൊളിറ്റൻ ഏരിയ. ഓക്കെ. അപ്പൊ മാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ലാൻ ഉണ്ടാവല്ലോ, അപ്പൊ ഇവിടെ ഒരുപാട് ലാനുകൾ, ഇതൊക്കെ ലാനാണ്, എല്ല് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സെക്കൻഡ്, ഇതൊക്കെ ലാൻ ആണ്. ഇതിനൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് ചാനലാണ് ഈ പറയുന്ന മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത്. ഓക്കെ, അതായത് കണക്ട്സ് മൾട്ടിപ്പിൾ ലാൻഡ്സ് അക്രോസ് എ സിറ്റി ഓർ മെട്രോപൊളിറ്റൻ ഏരിയ. അതാണ് ഈ പറയുന്ന മാൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് അതിന്റെ പ്രധാനപ്പെട്ട ഡിവൈസുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾസുകൾ ഉണ്ട്, അതുപോലെ മൈക്രോവേവ് ട്രാൻസ്മിഷൻസ്, ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്സ്, ഇതൊക്കെയാണ് മാനിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഡിവൈസുകൾ. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് മാൻ? എന്താണ് മാൻ എന്നുള്ളത് മനസ്സിലായല്ലോ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതെന്താണ്, മൾട്ടിപ്പിൾ ലാൻഡ്സ് ആണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, യൂസ് ചെയ്ത ഡിവൈസുകൾ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്, മൈക്രോവേവ് ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്സുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നതാണ് എന്ത്, ആര്, വാൻ. വാൻ എന്ന് പറയുമ്പോൾ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ഓവർ എ വെരി ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് കൺട്രീസ് ഓർ കോണ്ടിനെന്റ്സ്. അല്ലെ, അതായത് ഒരു വലിയ രാജ്യം അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റ്. ഓക്കെ,
ഇപ്പൊ ഏഷ്യ എന്നുള്ളൊരു കോണ്ടിനെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ചാനലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത്. ഓക്കെ, അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന കമ്പണൻസ് എന്തൊക്കെയാണ്? സാറ്റലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒക്കെയാണ് അവിടെ കൂടുതലായിട്ടും നമ്മൾ ആ ഒരു പേർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കമ്പണൻസ്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ ഏത് രീതിയിലാണ് ഈ സംഭവം വന്നെന്നുള്ളത്? ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? പാൻ ആയിരുന്നു 1 to 10 മീറ്റർ. ലാൻ എന്താണ്? ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ആണ്. അതിൽ തന്നെ ലാൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം വരുന്നതാണ് ഇത് മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതെന്താണ്? മൾട്ടിപ്പിൾ ലാൻഡ്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈ പറയുന്ന വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ്? ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് കൺട്രി ഓർ കോണ്ടിനെന്റ്സ്. ഓക്കെ, ഇതാണ് ഇത് പ്രധാനപ്പെട്ട 4 ടൈപ്സ് ഓഫ് എന്ത് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ഏരിയയിൽ വരുന്നത്. അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കാനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതായത് ഡിഫറെന്റ് ടൈപ്സുകൾ വരുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു ഈസി മെത്തേഡ് എന്നുള്ളത് ഇതുപോലെ ബോക്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വരക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിവൈസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരൊറ്റ പേജിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഏകദേശം എന്താണ് 5ഓളം കാര്യങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്, റൈറ്റ്? 5ഓളം ടൈപ്സുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പം ഇതുപോലുള്ള നോട്ട്സുകളായിരിക്കും. ഓക്കെ, ടാബിൾസ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ പാൻ പറഞ്ഞു, പേഴ്സണൽ നെറ്റ്വർക്ക് അതിന്റെ ഫുൾ ഫോം ആണ്. അതിന്റെ കവറേജ് ഏരിയ 1 to 10 മീറ്റേഴ്സ് ആണ്. ടെക്നോളജി യൂസ്ഡ് ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ് ആണ്. എക്സാമ്പിൾസ് മൊബൈൽ, ഇയർബഡ്സ്, അതൊക്കെ മൊബൈൽ പ്ലസ് ഇയർബഡ്സ് ആണ് അതിന്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. അത് വാച്ച്, സ്മാർട്ട് ഫോൺ ആകാം. ഓക്കെ, അത് ഏതും വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതെന്താണ്? ബിൽഡിംഗ് അല്ലെങ്കിൽ ക്യാമ്പസ് പോലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഡിവൈസുകൾ എന്താണ്? എത്തർനെറ്റ്, വൈഫൈ ആണ്. കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്കൂള്, ഓഫീസ് പോലുള്ള സ്ഥലങ്ങളാണ്. ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? വയർലെസ് ലാൻ ആണ്. ഓക്കെ, വയർലെസ് ഇപ്പോൾ വൈഫൈ, ഹോം വൈഫൈ ഒക്കെ എന്താണ് അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഒരു സിറ്റി ലെവൽ കവറേജ് ഏരിയയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്തൊക്കെയാണ്? ഫൈബർ ഓപ്റ്റിക്കും മൈക്രോവേവ്സ് ഒക്കെയാണ്. സിറ്റി കേബിൾ നെറ്റ്വർക്ക് ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് ഫൈനൽ വരുന്നത് ആര്? വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ്? ഒരു കൺട്രി അല്ലെങ്കിൽ ഗ്ലോബലി ഒരു കോണ്ടിനെന്റ് വൈസ് നമ്മൾ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന വാൻ എന്നുള്ളത്. ഓക്കെ, സാറ്റലൈറ്റ്, ഫൈബർ ഓപ്റ്റിക് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഇന്റർനെറ്റ് എന്താണ്? സോറി, ഇതിൽ ടെക്നോളജീസ് ആണ്. ഇന്റർനെറ്റ് എന്താണ്? അതിന് ഒരു എക്സാമ്പിൾ ആണ്. ഫൈൻ. ഇപ്പൊ ഇതെന്താണ്? ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. ഫൈൻ. ഇനി എന്താണ്? നമുക്ക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ആക്സസിബിലിറ്റി അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് വരുന്നത് 3 ടൈപ്സ് ആണ്. ഓക്കെ, ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. ഓക്കെ, എന്താണ് ഇന്റർനെറ്റ്? ഗ്ലോബൽ നെറ്റ്വർക്ക് ഓപ്പൺ ടു ഓൾ. ഇന്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെ, നമുക്ക് ആർക്കും ലോകത്തിന്റെ ഏത് കോണിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് ഈ പറയുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇൻട്രാനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈവറ്റ് നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്താണ്? അത് ഗ്ലോബലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റൂല. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോർപ്പറേറ്റ് കമ്പനി അതിന്റെ ഉള്ളിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് എന്താണ്? ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ് അല്ലേ. ഇന്റർനെറ്റിൽ വരുന്ന സമയത്ത് എന്താണ്? ആ ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്റ്റൻഡഡ് ഇൻട്രാനെറ്റ് ഷെയർഡ് വിത്ത് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓക്കെ, അതെന്താണ്? ഇൻട്രാനെറ്റ് തന്നെയാണ്, പക്ഷെ എന്താണ്? അത് ആ ഒരു ഓർഗനൈസേഷന്റെ പുറമെയുള്ള ആളുകൾക്കും എന്താണ്? അതിവിടെ യൂസേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി, അവർക്ക് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് സപ്ലൈസ് ഉണ്ടാവും. അപ്പൊ ആ സപ്ലൈസ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പുറത്താണ് അല്ലെ. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷന്റെ സപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റോ മെറ്റീരിയൽ സപ്ലൈസ് ഒക്കെ എന്തായിരിക്കും? ആ കമ്പനിയുടെ പുറത്തുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഇൻട്രാനെറ്റിന് എന്താണ്? ഒരു ആക്സസ് ആ പുറമെയുള്ള ആളുകൾക്കും കൊടുക്കുന്നു. അത് എല്ലാവർക്കും കൊടുക്കൂല. അവരുടെ അവർക്ക് പിന്നെ എന്താണ്? ഇൻപുട്ട് തരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ അതിന്റെ ആക്സസ് കൊടുക്കുള്ളൂ. ഓക്കെ, അതാണ് ഈ പറയുന്ന എക്സ്ട്രാനെറ്റ്. ഇൻട്രാനെറ്റ് തന്നെ എന്താണ്? ഉള്ളിലുള്ള ആളുകളും പ്ലസ് പുറത്ത് അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളും വരുമ്പോൾ എന്താണ്? എക്സ്ട്രാനെറ്റ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ മാത്രം. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പൺ ടു ഓൾ ആണ്. ഫൈൻ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മീനിങ് വരുന്നത്. ഇതിന്റെ ആക്സസിബിലിറ്റിന്റെ ഡിഫറൻസ് എങ്ങനെ നമുക്ക് നോക്കാം. ഇന്റർനെറ്റ് എന്താണ്? പബ്ലിക് ആണ്.
ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ, എംപ്ലോയീസിന് മാത്രമേ, ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന ഇൻട്രാനെറ്റ് ആക്സസിബിൾ ആയിട്ടുള്ളൂ. അതേ സമയത്ത് എക്സ്ട്രാനെറ്റ് എന്താണ് ലിമിറ്റഡ് എക്സ്റ്റേണൽ ആക്സസ്, അത് പാർട്ട്നേഴ്സോ സപ്ലയേഴ്സോ എല്ലാവർക്കും ഒന്നും കിട്ടില്ല, ലിമിറ്റഡ് ആണ്. പുറമേ ആൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ് അത് ലിമിറ്റഡ് ആണ്. അവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അവരും അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം ആക്സസ് കൊടുക്കലാണ് ഈ പറയുന്ന എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. യൂസേഴ്സ് എന്താണ്, ഇത് എനിവൺ ആണ്, ഇന്റർനെറ്റ് എനിവൺ ആണ്, ഇന്റർനെറ്റ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആണ്. ഇന്റർനെറ്റ് പിന്നെ എക്സ്ട്രാനെറ്റ് എന്താണ് ഇന്റേണൽ പ്ലസ് സെലക്ടഡ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഫൈൻ. ഇനി ഓണർഷിപ്പിൽ വരുമ്പോൾ എന്താണ് നോ സിംഗിൾ ഓണർ, സിംഗിൾ ഓർഗനൈസേഷൻ ആണ് ഇൻട്രാനെറ്റ്, വൺ ഓർ മോർ ഓർഗനൈസേഷൻ ആണ് എക്സ്ട്രാനെറ്റിൽ വരുന്ന ഒരു ഓണർഷിപ്പ് പെർസ്പെക്റ്റീവില്. ഇനി സെക്യൂരിറ്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് എന്താണ് ഇന്റർനെറ്റ് അത് വളരെ ലെസ് സെക്യൂർഡ് ആണ്. ഇൻട്രാനെറ്റ് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ മാത്രം ആക്സസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ അത് ഹൈലി സെക്യൂർഡ് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാനെറ്റ് എന്താണ് ഞാൻ കാണുന്നില്ല, നിങ്ങൾ വൺ സെക്കൻഡ് ഐ ഓഫ് ദി ക്യാമറ. യാ, മോഡറേറ്റ്ലി സെക്യൂർ. ഓക്കെ, എക്സ്ട്രാനെറ്റ് എന്താണ് മോഡറേറ്റ്ലി സെക്യൂർ ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത് പേർപ്പസ്. ഇന്റർനെറ്റിന്റെ പേർപ്പസ് എന്താണ് ഇൻഫോർമേഷൻ ഷെയറിംഗ് ഗ്ലോബലി അല്ലെ, ലോകം മൊത്തം എന്താണ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനെറ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പേർപ്പസ് വരുന്നത്. അതേസമയത്ത് ഇന്റർനെറ്റ് എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ പറയുന്ന ഇന്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ ഒബ്ജക്റ്റീവ്. എക്സ്ട്രാനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു കൈൻഡ് ഓഫ് കൊലാബറേഷൻ ആണ് അല്ലെ, എല്ലാവരും തമ്മിൽ കൊലാബറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് ഈ പറയുന്ന എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ വരുന്ന സമയത്ത് എന്താണ് ഇപ്പം ഗൂഗിൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്, കമ്പനി ഇന്റേണൽ പോർട്ടൽ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. എക്സ്ട്രാനെറ്റ് എന്ന് പറയുമ്പോൾ വെണ്ടർ ലോഗിൻ സിസ്റ്റം. ഓക്കെ, പുറമേയുള്ള വെൻഡേഴ്സിന് എന്താണ് ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു എക്സ്ട്രാനെറ്റ് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ഒരു ലോഗിൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ID പാസ്വേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്ട്രാനെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ വരുന്ന കോർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ടൈപ്സുകൾ. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാൽ മതിയാകും. ഇതിന്റെ MCQസും PYQs ഒക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, so that's all about today's session. So we'll see you on the next session. Till then, bye and thanks everyone.